വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇൻട്രിൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ്. ആന്തരികമായ അടിമത്തമുണ്ടോ? ആരാധനയ്ക്ക് നീ യോഗ്യനല്ല. ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല, അവകാശമില്ല. അതാണ് സംഭവം. ആരാധനയുടെ അവകാശം എന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം. ആരുമായിട്ടാണ് ദൈവത്തിന് നിരക്കാത്ത, അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ, ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ പേടിക്കേണ്ടത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക. ആര്? ദൈവത്തെ മാത്രം പേടിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ച് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും. ശക്തി ലഭിക്കത്തില്ല എന്നല്ല വചനം പറയണത്, മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി നിന്നിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായും നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അപ്പോൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് അതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കണത്. മനസ്സിലായില്ലേ? കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ, എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏത് അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ സമ്മതിക്കത്തില്ല. നീ എന്താ പറയണത്? നീ കുറേ ആൾക്കാരെ നീ കെട്ടിവരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. അവരെന്നെ സഹായിക്കും, അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തേക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടച്ചും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നീ നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഇറ്റ്സ് ഒരാൾ ദൈവം തിരുമനസ്സാകണമെങ്കിൽ വചനത്തിൻ്റെ നിലപാട് എന്താണ്? നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയണ്ട? യാക്കോബ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. വായിക്കുക, വായിച്ചോളൂ. യാക്കോബ് 4:13 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13.
ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് എൻ്റെ താക്കോലെന്ന് പറയണത്. നിങ്ങൾക്ക് ഓഫർ തരാം. ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഓഫർ. ഈ ഓഫറിൻ്റെ കാണാക്കയത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ഈ ഓഫറിൻ്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച് കെട്ടിയിട്ടിരിക്കണത്. അപ്പോൾ അവരിങ്ങനെ ഓഫർ തരാം. ഇപ്പം നിങ്ങൾക്ക് വീട് സ്ഥലമാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയണതാകാം. നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുക. ഉടനെ മനസ്സിലായി, നീ അടിമയായി, തീർന്നു, അവിടെ നിൻ്റെ തീർന്നു. പക്ഷേ എന്താ കാര്യം? നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്വ ഭാവം നിന്ന് മാറും. പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? നീ ഓൾറെഡി സെക്യൂറായി. മനസ്സിലായി? ഒരു സെക്യൂറായി. എന്താ കാര്യം? ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ കൃപയുടെ നീർച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത്? 4:13 എന്താ പറയണത്? നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. ഓഫറൊക്കെ തരും ആൾക്കാർ, പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. ഇല്ല, കർത്താവിൻ്റെ തിരുമനസ്സ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും. അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത്. കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത്. ചിലപ്പോൾ ഓഫറിങ് എന്ന് ചിലപ്പോൾ നടക്കത്തുമില്ല. അതേസമയം നിന്നെ ദൈവത്തിൻ്റെ കൃപയും നിൽക്കത്തില്ല. നീ നിത്യതെണ്ടിയായിട്ട് മാറുകയും ചെയ്യും. ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാടുകൾ വരണത്, ഓഫറിൻ്റെ ബലിയാടുകൾ വരണത്. അപ്പം അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത്. മനസ്സിലായില്ലേ? ദൈവത്തിലേക്ക് വരണത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു അനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ. കണ്ട, 2 യജമാനന്മാരെ ഒന്നും കണ്ടില്ലേ ഇവിടെ? അത് പറഞ്ഞ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് വിഷയം. പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതാണ്. 2 കാലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 2 വള്ളത്തിൽ വെക്കേണ്ടത് പതിവില്ല. മനസ്സിലായില്ലേ? 2 കാലം കൂടി ഒരു വള്ളത്തിൽ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീഴാതെ നിൽക്കണത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിങ് ഉണ്ടാകുന്ന നോക്കണം. എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം. പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും
ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആരുടെ വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത്, നമ്മുടെ സാക്ഷ്യമാണല്ലോ പരിശോധിച്ചത്. ആഷ്ലി എന്താ പറയുന്നത്? ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെറ്റപ്പൻ കൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ ഒന്നുമില്ല. അവർ BC കാര്യത്തിലാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടിക്കും മാതാവിൻ്റെ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്. നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം പക്ഷെ അവൾക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു 1 മാസത്തിനുള്ളിൽ വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം? ഉടമ്പടി എടുക്കുമ്പോൾ എന്താ? അവൾക്ക് OIT എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവിടെ പ്രശ്നം. അതിന് അവൾക്ക് ഡീമെരിറ്റ്സ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയമാണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിൻ്റെ കയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല, അതുപോലെ തന്നെ റൈറ്റിംഗ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ്ങും ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും, അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല് എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്ത കൊണ്ടാണ് കണക്കിന് അടി മേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കരക്കയറ്റിയത് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയിക്കാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്? വഴിയെ പോണ ആൾക്കാർ, നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിന്റെ കർത്താവ് മാത്രമാണ്. കൈയടിച്ച് കർത്താവ് ദിവ്യകാരുണ്യത്തിന് എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാരത്തേക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ളത് എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൃപാസനം പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമാണ്. അത് എല്ലാവർക്കും വിശ്വാസപ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കുണ്ടെങ്കിലെ കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാധനം ഇട്ടച്ചും പോരുകയല്ലേ. അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നില്ലേ? പക്ഷെ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാർ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്ക് തരത്തുള്ളൂ. 7 മാർക്ക് തരാത്തതിന് അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും
അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു, അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ, പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്തു മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ. ഉടമ്പടി എടുത്തല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് അതിന് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10ൽ 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10ൽ 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മാർക്കിങ്സിൽ, മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകൾ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അളക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്. മരിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണിയൊപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എണ്ണിയൊപ്പിച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മരിയൻ മെഷർ എന്ന് പറയണത്, ഇപ്പം അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ലേ? അത് ഉടമ്പടിയാണേ. ഒരു കന്യയെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയൻ മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടനെ രോഗീനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി വെച്ചും കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരി വെച്ച് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാന്ന് അടിച്ച് നോക്കിയാൽ പണി തെണ്ടിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണത് ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും. ചെയ്തേച്ച് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കും, വിസ വന്നാന്ന് നോക്കും. എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തേച്ച് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന് നോക്കും, റിസൾട്ട് വന്നാൽ, സർട്ടിഫിക്കറ്റ് വന്നാന്ന് നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിൻ്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈയും കാര്യം പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈയും കാര്യം പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികണ്ട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആഷ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? ആഷ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. 2ാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. തമിഴിൽ വിശ്വാസ പ്രമാണം ചില എഴുതണമല്ല, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് അവൻ്റെ രീതി. അതൊക്കെ അറിയത്തില്ല.
ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിനടുത്ത് അടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങളീ കാണിച്ചു കൂട്ടിയിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി നേർച്ച പോലെ ഇടച്ചും പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലാതെ നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്കത് ചെയ്തു തന്നെ ദൈവമായിട്ട് ബാർഗെയിൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്നും പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12-ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വസ്ത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് പകുതി മുക്കാലും അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്തതാണ്. അതാണ് പറയണത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനുമാകാൻ പറ്റത്തില്ല. നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളതെന്ന് ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈ ഇടിച്ച് കർത്താവ് വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? വചനത്തിൻ്റെ മുമ്പിൽ മകനും മകളും ആകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വചനമാരാണ്? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മകനും മകളും ആകാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം ദാസനും ദാസിയുമാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദാസനും ദാസിയുടെയും ഫീച്ചർ എന്താണ്? വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് ദി സെർവൻസ്? എന്താണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. ദാറ്റ് ഇസ് എ ഫീച്ചർ ഓഫ് എ സെർവൻറ്റ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 53. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യ 53:7. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ തർക്കിക്കുകയോ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്
ബഹളമുണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന, 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 ആരാധന. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അത് വെച്ചാൽ ഐസയ 53:7 അവൻ മൗനം പാലിച്ചു എന്ന് പറയുന്നതും മത്തായി 12:17-18 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ലെന്ന് പറയണതും സിംഗിൾ ഇൻസിഡൻറ്റ്, സിംഗിൾ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ദൈവപൈതലെ, വെൻ യു ആർ എ സെർവൻറ്റ്, ദിസ് ഇസ് ദ ഫീച്ചർ ഓഫ് എ സെർവൻറ്റ്. നിങ്ങൾ ദൈവത്തിരുസന്നിധി വരുമ്പോൾ വചനത്തിൻ്റെ ദാസനോ ദാസ്യോ ആകാതെ മറ്റൊന്നുമായിട്ട് ഒരു കഥയുമില്ല. അങ്ങനെ നിങ്ങൾ വചനത്തിൻ്റെ ദാസനും ദാസ്യവുമായാൽ യേശുവിനെപ്പോലെയും അമ്മയെപ്പോലെയും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടി വരും. അല്ലാതെ ഓരോരോ വിഷയം ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചില യൂണിയൻ നേതാക്കന്മാരെ പോലെ ഈ യൂണിയനിൽ ജോലി ചെയ്യത്തില്ലേ, ചുമട്ട് തൊഴിലാളികളൊക്കെ ജോലി ചെയ്തിട്ട് അവർ ഓരോ ചുമട് ജോലി ചെയ്തേച്ചും വന്ന് വീട്ടുകാരനുമായിട്ട് ഭയങ്കര തിരക്കിക്കും, ചിലപ്പോൾ തന്തക്കും പിടിക്കും. അത് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണത്? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചുമട്ടറൊക്കെ ചെയ്തേച്ചും ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് തർക്കിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് എനിക്കെന്താണ് വിസ വരാഞ്ഞത്? ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് യു ആർ നോട്ട് എലിജിബിൾ ഫോർ ബീയിങ് എ ക്രിസ്ത്യൻ. നിങ്ങളുടെ ക്രിസ്ത്യാനി ആയിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് ഉടമ്പടി സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ സംവിധാനമാണ്. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ടു ഡീൽ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഒരു ഇടപെടണമെന്ന് അറിയണം. ദൈവത്തെക്കുറിച്ചൊരു ഇടപെടൽ ഈ അമ്മയെപ്പോലെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെത്. വൈ മേരി ചോസൺ, വൈ മേരി സെലക്റ്റഡ് ആസ് ദ മദർ ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ് അമ്മയെ ദൈവം അമ്മയാക്കാൻ തീരുമാനിച്ചത്? അത് അവളുടെ നിലപാട് കൊണ്ടാണ്. ഇതിൻ്റെ ഇരട്ടി സംഭവം ലോഡ് കയറിയാലും അമ്മ ബാർഗെയിൻ ചെയ്യത്തില്ല, തർക്കിക്കത്തില്ല, ബഹളമുണ്ടാക്കത്തില്ല. അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി വിഷയങ്ങളുടെ മേലെ ഞാനും നീയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഉടമ്പടി ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ അവകാശങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി ചൊരുക്കൂട്ടിയതാണെന്ന് അത് നിന്റെ മനസ്സിന് അനുപേക്ഷണമായ കാലസമയങ്ങളിലെ എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ വരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, മോശമായ അനുഭവങ്ങളോട് തകർക്കാനോ ശണ്ട കൂടാനോ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടാനോ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വരുമ്പോൾ ഈശോയെ തർക്കിക്കാതെ പാടുക. നാഥാ നീ നാഥാ നീ മതി
നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ വരു യാത്രയിൽ ഈ വരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞെട്ടിപ്പിച്ചുകൊണ്ട് ആഷ്ലിയുടെ റിസൾട്ട് ഒറ്റ സിംഗിൾ അറ്റംപ്റ്റ്, ഒറ്റ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. എല്ലാം ഒരു ദിവസം കവർ ചെയ്ത് കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.